വലിയ ബുദ്ധിമുട്ടാണ്, അതൊന്നും എടുക്കാൻ കഴിയൂല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ ആളാവണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കമ്പനി ചെയ്യേണ്ട എന്നുള്ള മൈൻഡ് സെറ്റില്ല പലർക്കുള്ള സംശയമാണ്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി LLP കമ്പനികളൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ വലിയ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആനുവൽ കംപ്ലയിൻസ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ പറയട്ടെ, ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തി ആനുവൽ കംപ്ലയിൻസ് ചെയ്യാൻ നിൽക്കും, അതൊരു നല്ലൊരു ടീമിനെ ഏൽപ്പിക്കുക, ആ ടീം അതിനെ ഫോളോ അപ്പ് ചെയ്ത് പോകണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ ബിസിനസ് നല്ലപോലെ വർക്കൗട്ട് ആവുള്ളൂ. ഈ ഫോളോ അപ്പ് ചെയ്യുന്ന ടീമിന് കറക്റ്റായിട്ട് ഡാറ്റയും കാര്യങ്ങളും അവർ ചോദിക്കുന്ന സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടും ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലും LLP കമ്പനിയിലും ഇല്ല. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ചെയ്യുന്ന ടീമിനോട് നമ്മളൊക്കെ കറക്റ്റ് ഡ്യൂ ഡേറ്റിന് ഒരു മാസം മുമ്പ് നമ്മൾ ഡാറ്റയും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ക്ലയൻറ്റിനെ വിളിച്ച് ബുദ്ധിമുട്ടാക്കുകയൊന്നുമില്ല, അവരെ കൺവീനിയൻറ്റ് ടൈം വെച്ചിട്ട് അവർ OTP കാര്യങ്ങളും ആ റിക്വയർമെൻ്റ് ഉണ്ട് അത് ചോദിക്കുകയാണ് ചെയ്യുക. അതല്ലാതെ നിങ്ങളോട് ആരെങ്കിലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി LLP കമ്പനികളൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, അതൊന്നും എടുക്കാൻ കഴിയൂല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അവർ എടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ ആളാവണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കമ്പനി ചെയ്യേണ്ട എന്നുള്ള മൈൻഡ് സെറ്റില്ല. ഇങ്ങനെ രണ്ട് വിഭാഗം ആളുകളേ ഉള്ളൂ. അല്ലാതെ ബിസിനസ് നല്ലപോലെ റൺ ചെയ്യുന്ന ഒരു വ്യക്തി ഒരു കാരണവശാലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി LLP കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു ഒരിക്കലും പറയില്ല. കാരണം നമുക്ക് ഒരുപാട് ടാക്സ് ബെനിഫിറ്റുകളും നമുക്ക് ഒരുപാട് പ്രൊട്ടക്ഷനും തരുന്ന ഒരു പാർട്ടാണ് എന്ത് പ്രൈവറ്റ് ലിമിറ്റഡ് LLP എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കും.